അല്ല ഇജിത് എപ്പ കേറിക്കൂടെ അടുക്കളേക്ക്? ഇഞ്ഞും കഴിഞ്ഞില്ലേ? നീ ഇവിടെ ഒന്ന് വന്നാ. ഇങ്ങളവിടെ പോയി കുത്തിർന്നോളേ, ഇത് പെട്ടെന്ന് തീർത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വരാ. അതൊന്നും പറഞ്ഞാ പറ്റൂല. ഇജ് നിർത്തി വന്ന ഒരു കാര്യണ്ട്. എന്ത് കാര്യപ്പ ഇവിടെ എവിടുക്ക ചോളം വിളിച്ചോണ്ടോണത്? നോക്കടാന്റെ പെങ്ങന്മാരും അടിയന്മാരും കുട്ടികളും എല്ലാം കൂടി ആയിട്ടാണ് ഈ പെരയിൽ ഇത്ര തിരക്ക്. അല്ലാതെ ഇവിടത്ത് മല മറക്കണ പണിയുള്ളത്. ഈജ് ഇന്നലെ നട്ടപ്പാർക്കല്ല സുബൈറെ വന്ന് കേറിയിക്കണത്. ചെറുക്കനെ കണ്ണു മോറും കണ്ടാ മതി. ആകെ കോലം കെട്ടിക്കണ്. ഇജ് പോയിക്കൊരു കറക്കേ കുത്തർക്കേ എത്തേലും ചെയ്താ, അല്ലെങ്കിൽ അളിയാക്കാരാക്കണ നീച്ച് കുത്തിർക്കണ്. ഓരതൊക്കെ ചെന്നാ എത്ര പറ്റി അടുക്കളയിൽ വന്നിക്കണേ. ചെല്ലടാ ചെല്ലി, അവിടെ പോയി കുത്തിർന്ന അനക്ക് എത്താൻ വേണ്ട ചെമ്മാണ്ട് കൊണ്ടുതരാ. ചെല്ലി. ചെറുക്കനാക്കണേ പെണ്ണുങ്ങള് കൂടിനോടുത്ത് വടുക്കണിയിൽ വന്ന് കുത്തിറക്കണേ. അന്യ തറവാട്ടത്തെ മനുഷ്യന്മാരില്ല അവിടെ വന്ന് കുത്തിറക്കണേ. ഐറ്റങ്ങൾ വന്ന് കണക്കാക്കൂലേ? ഇതിനൊക്കെ പെണ്ണുങ്ങളെ ആടിപ്പാടാൻ നിന്നിട്ടാ. ചായയും കടി അയക്കണമെങ്കിലേ പെരയും കൂടി ഒന്ന് വേഗം അടിച്ചു തോത്താൻ നോക്ക്. ഇനി മനുഷ്യന്മാരാരെങ്കിലുമൊക്കെ കേറി വന്നൂടായില്ല. ഓൻ വന്നതല്ലേ, ഇനി പോന്റെ ചെങ്ങായിമാർക്കും ഉണ്ടാകും ഒരു വരവ്. ഞയലൊക്കക്കാരൊക്കെ ചിലപ്പോൾ കേട്ടറിഞ്ഞാണ്ട് വന്നൂടായില്ല. കുട്ടികളും മക്കളൊക്കെ ഉള്ള പെരയാണ്. ആകെ പെരന്നുടിച്ച് കിടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് നന്നാക്കാൻ നോക്ക്. ആ മുണ്ടാതെ കുത്തിർന്നോളി രണ്ടാളും. എന്നെങ്കിലും ഒരു കാലം കൂടിയിട്ടൊന്ന് വന്ന് കയറുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് പണിയെടുത്ത് ഇടങ്ങാറാക്ക. ഞങ്ങള് ഒന്നും കൊടുക്കണ്ട, അവിടെ കുത്തിർന്നോളി. ഒക്കെ വെച്ചാകുമ്പോടെ വിളിച്ച അപ്പടെ തിന്നാ വന്നാ മതി. സുമയ്യ, കൂട്ടാൻ വെക്കുമ്പോളേ കുറച്ച് സാമ്പാറും കൂടി ഉണ്ടാക്കണം കേട്ടാ. പൂയ്ക്കും മക്കൾക്കും നല്ല തീർപ്പതിയാണ്. മാൻ്റെ കുട്ടികളവിടെ കുത്തിർന്നോളി. ഇവിടുത്തെ പണി എടുക്കാപ്പേ ഇവിടുത്തോലുണ്ട്. എടി എനിക്കും മക്കൾക്കും ഞങ്ങൾ പറഞ്ഞിരിക്കണ എന്നെ കൊടുന്നിക്കണം ഉറപ്പാണ്. ഞങ്ങള് പിന്നെയും ഇമ്മാനോട് പറഞ്ഞിട്ടേ ഓനെ വിളിച്ച് വിവരം പറഞ്ഞിക്കണേ. അതുകൊണ്ട് സമാധാനം ഉണ്ട്. എന്നോട് ഞാൻ അപ്പളേ പറഞ്ഞില്ലേ ഇത് മതിന്ന്. അപ്പളല്ല എനിക്ക് മക്കൾക്ക് മറ്റേത് വേണം മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കണേ. എന്താണ് ഒക്കെ പൊളിച്ചുമ്പോ കാണാം. ഇമ്മള് വരട്ടെ, ഇമ്മാരെ തിരക്കും കഴിഞ്ഞിട്ട്. ഇമ്മ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരുന്നുണ്ടോ? ഇമ്മാന്റെ കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറഞ്ഞ് കണക്കാക്കണ്ട. നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങളെ ആങ്ങളെ ഒക്കെ പാക്കാക്കി കൊടുന്നിക്കണേ. അല്ല പിന്നെ അല്ല സുബൈറെ, ചെറിയോനും കുഞ്ഞുമാനും കൂടിയേ പോകുകയാണോലോ. ഓൽക്ക് നെത്തോ പരിപാടി ഉണ്ട് എന്ന് ഇജ്ജ് പറഞ്ഞു കൊടുത്തില്ലോ അവനോട്. ബാഗ് ഇജ്ജ് കൊടുന്ന ആ പെട്ടിനെടുത്തോടുന്ന അത് പൊട്ടിച്ച ഓരന്നെ കുത്തിരുന്ന് ഓരി വെച്ചോട്ടെ. ഔസൂലും പെണ്ണും ആ പഠിച്ചോനെ എന്നല്ല കണ്ണിന്റെ പോളടച്ചിട്ടില്ല. അതൊന്ന് തുറന്നു കാണാഞ്ഞിട്ട്. പിന്നെ അനക്കല്ല തടി കൊണ്ട് ആകെ സേനിച്ചല്ലേ. ഇനി പന്നെ ഗതി എടുത്താണ്ട് ഇറങ്ങാറാക്കണ്ടാച്ച് ഇമ്മ പറഞ്ഞതാ. മുണ്ടാതെ കടന്നോളി, നേരം വെളുത്തിട്ട് നമുക്ക് തുറന്നു നോക്കാന്ന്. അവിടെ എടുത്തോടുന്ന നഞ്ഞിപ്പോയി പെൺകുട്ടികളെ അടുക്കുത്തിരുന്ന് പൊളിച്ച് ഓരി വെച്ചോട്ടെ. നീച്ച് ചെറുക്ക അവിടുന്ന് നോക്കി അജി ഈ കുട്ടികളൊക്കെ വട്ടം കൂടി കുത്തിറക്കണ്. ഐറ്റങ്ങളെ രൂറ്റപ്പ എത്ര. അത് ഓളെടുത്തോടുന്നോളും. സുമയ്യ അവിടെ എടുത്തോടുന്ന. ഓളപ്പെത്തിനാ അജി വിളിച്ചണത്? ഓളടുക്കളയിലല്ലേ? വെയിലും മഴയൊന്നും കൊള്ളണ്ടല്ലോ. പെരന്റെ ഒത്തുന്നുള്ള പണിയല്ലേ. ഇവിടെ വരുമ്പോഴല്ലേ ഇപ്പൊ എന്റെ കുട്ടികൾക്ക് ഒന്ന് കച്ചും കാലും ഇറക്കി വെച്ച് ഒക്കിനും ചേർക്കൊന്ന് തിന്നും കുടിച്ചും കുത്തിറക്കാൻ പറ്റും. രാവിലത്തെ ചായയും കടിയായി മക്കൾക്ക് കൊടുത്തിട്ടുള്ളൂ. ഇനി ഉച്ചക്കുള്ള ചോറും ചാറും ഒക്കെ ഉണ്ടാക്കണ്ടേ? ഒരാൾ അടുക്കളയിൽ മാണ്ടേ? നീച്ച് അങ്ങനെ
ഉമ്മാൻ്റെ ഒട്ടി ചെന്ന് കണ്ട എടുത്തോടുന്ന ഇവിടെ ഇപ്പൊ ഇത്തിരി ആളില്ലേ ആക്കണോ പോയിക്കണേ നിങ്ങൾക്ക് മാണ്ടത് എത്താ ചെപ്പ കൊണ്ടുവരും തിരുപ്പതി പെട്ടതൊക്കെ ഉണ്ടാവും ഇമ്മ വരണടാ ആ ഇങ്ങോട്ടാണ് നടുക്കട് വെച്ചൂട് ഇന്ന് എല്ലാവർക്കും മാണ്ടത് തെരഞ്ഞ അങ്ങനെ നടുക്കട് വെച്ചൂട് വലിയ പൊട്ടിയൊക്കെ തന്നെയാണ് കണ്ടില്ലേ പൂവിയെ സുലുവാ എത്താ മാണ്ട ചെമ്മാന്റെ കുട്ടിയാളിനെ തെരഞ്ഞെടുത്തൂടി മക്കളെ ഒക്കെ നിങ്ങൾക്ക് രണ്ടാക്കും കണ്ണു പൊടിച്ചിന കളർ തന്നെയാണ് കണ്ടറിഞ്ഞ ആങ്ങളെ കൊണ്ടുവന്നിക്കണ് സുമ എങ്ങോട്ട് പോരെ എത്തച്ച അവിടെക്കണേ അല്ല ഈ ജോളിയും കൂടി ഇങ്ങോട്ട് വട്ടം കൂടി കുത്തിറക്കാൻ വിളിച്ചിട്ട് പള്ളിലേക്ക് വല്ലതും പയിച്ചിടാൻ ആക്കണ്ട സുബൈറെ നേരെപ്പടെ ഉച്ചയാകും സുമയ്യ ചോറ് വാർത്തിക്കണാ വേഗം പാകാക്കിങ്ങാണ്ടൊരു വാർത്തലട്ടോ എല്ലാവർക്കും തിന്നാൻ കജ്ജൂല അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഒട്ടിയേ പിടിച്ച അരിയാണ് ഈ ചൂടത്തെ തിന്നാൻ കജ്ജൂല ചോറ് വാങ്ങി വെച്ച് കണ്ടേ ആ കൂട്ടാൻ കണ്ടോട് തീമക്ക് വെച്ചോളട്ടാ ഇഷ്ടം പോലെ മട്ടം പോലെ തേച്ചൂടി ചുണ്ടും പോലെ മൊത്തവും കണ്ണും കൂടി ഇപ്പത്തെ പെണ്ണുങ്ങൾക്കൊക്കെ പെద్దല്ലേ ഇപ്പൊ വേണ്ടത് ഈ കളറിഞ്ച കുട്ടിക്ക് തീർപ്പതിയാണ് ലൂവിയെ ഇങ്ങോട്ട് നോക്കിയാ അതിന്റെ കളറ് നല്ല ചേരും എനിക്ക് സുലുവോ ഇജ്ജാജല്ലേ ഇജ്ജ് പറഞ്ഞിനിയേ എന്നാ ഇനി ഒന്നും നോക്കണ്ട ഇതൊക്കെ തന്നെയാണ് ഇപ്പത്തെ പെൺകുട്ടികൾ ഇടല് എന്നാ അത് ഇട്ടോക്കിയ ഇത് രണ്ടും ഇമ്മാക്ക് നല്ലോണം കണ്ണു പൊരിച്ചിക്കണേ ഇത് മൂത്തമ്മാക്കും ഇളാമാക്കും ഓരോന്നർക്ക് കൊടുക്കലൂയെ ഇതായിട്ടൊക്കെ എടുത്ത് തീർപ്പതിയാകും ഒരു മനസ്സിനൊന്ന് വരാനും ഒരു സാധനം കൊടുക്കാനും ഇല്ലല്ലോ ഇത് നല്ല നന്നായിക്കണ് ഇതെത്താടാ ആ നല്ല കാനൊക്കെ ഉള്ളൊരു പെട്ടി ഇതെത്താ സുബൈറേ അതമ്മ അത് സുമയാക്കുള്ളതാണ് സുമയ്യാക്കോ ഇതിപ്പോ ഈ പെട്ടിയിലാക്കാൻ മാത്രം ഇതെത്താണ് മുതല് അതമ്മ ഇമ്മാക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല ഓളെ മുടി എന്നാക്കാനുള്ള സാധനമാണത് മുടി എന്നാക്കാനുള്ളതോ റബ്ബേ മുടിമലും കളി തുടങ്ങിക്കണപ്പോ ഇപ്പത്തെ പെൺകുട്ടികളെയൊക്കെ ഒരു പഠിപ്പും കാര്യായി ഇപ്പൊ ഇട്ടുകൊടുക്കാനും തിന്നാനും കുടിച്ചാനും ഒക്കെയാണ് മനുഷ്യന്മാര് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരുന്നത് ഇപ്പൊ മുടിമലും കളി തുടങ്ങിക്കണോ ഇജ്ജി പറഞ്ഞതിനൊന്നും ആടിപ്പാടാൻ നിക്കണ്ടട്ടോ സുബൈറെ എവിടുക്കാ റബ്ബേ ഈ കാലം പോണ പോക്ക് ഇതൊക്കെ എത്താണ് പൂവിയേ ഇമ്മാന്റെ കുട്ടികളെ ഇജാതി പഠിപ്പൊന്നും പഠിച്ചെടുത്തിട്ടാക്കളെ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ലേ ഈ ദുനിയാവില് എത്തൊക്കെ കുന്ത്രണ്ടാണാവോ ഇതിനൊക്കെ എത്ര മുടക്കിക്കണ ഇജ്ജ് എഞ്ച ഇമ്മ ഇതിന് എത്രയായാലും ഇതിപ്പോ എല്ലാരും കജ്ജിലുള്ള സാധനാണ് ഓ പറഞ്ഞേൽക്ക് ഇമ്മാക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകൂല ഓളം മുടിപ്പോ അതിന് മാത്രം ചുരുണ്ടിട്ടൊന്നുമില്ലല്ലോ ഇത് എനിക്ക് തന്നടാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിക്കണ് ഞാൻ അതിന് കൊറേ കായൊക്കെ എത്തിയിട്ടാണ് എന്നോട് പറയാതെ തന്നെ ഇമ്മാതിരി കാട്ടിക്കാണി എന്റെ മക്കൾക്ക് ഇത് കണ്ടാ തീർപ്പതിയാകും എടീ കുഞ്ഞുട്ടിയേ ഇവിടെ വന്നോക്കിയാ മാമൻ കൊടുന്ന് വന്നോക്കടി ഇങ്ങോട്ട് പേര് ഇമ്മാരി സാരകളൊക്കെ ഇമ്മ കണ്ടിട്ടില്ല പൊന്നാരണ്യാളെ നനക്കും മക്കൾക്കും പറ്റിക്കണെങ്കിൽ എജ്ജാൻ എടുത്തോ ഇതൊക്കെ ഇപ്പൊ ഇവിടെ വാങ്ങിയാലും കിട്ടൂലേ ഓക്കെ പിന്നെ എപ്പോഴേലും മേങ്ങി കൊടുക്ക അല്ലേ കുട്ടികൾ എടുത്തോട്ടടാ
അതാക്കണ് ഫോണ്. ഓ ചെറബേ പൂവിയേ എന്നാ ഓളെയൊന്ന് ഫോണിലായിട്ട് നെലിയും പുലിയും കൂടിയെന്നത്. എന്നാ ഇത് രണ്ടാൾക്കും ഓരോന്ന് കൊടുക്കല്ലേടാ. ഇതാ ഒന്നും കൂടി ഉണ്ടല്ലോ. ഇതെത്താ വേറൊരു തരം ഫോണ്. ആ ഇമ്മ മുഖത്ത് ഫോണ് കാട്ടിക്കാണി. ആ അടിയത്തെ 2 ഫോണും ഒലിക്ക് 2 കൊടുത്താളി. ആ എന്നാ പൂവിയേ നോക്കട്ടെ. എന്തേ ഇത് ഐഫോണല്ലേ? ഇതാർക്കാ എടി നോക്ക ഐഫോണ്. ഇച്ചി മുണ്ടല്ലേ, അത് ഞാൻ സുമയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന. സുമയ്യാക്കോ? ഇമ്മ ഇതാണ് ഐഫോൺ പറയുന്ന സാധനം. നോക്കാണി. നോക്കട്ടെ മോളെ. ഇന്നയാളെ എത്താ പെങ്ങളെയൊക്കെ കഥ. ഈ ജാതി വിലപിടിപ്പുള്ള മുതലൊക്കെ ഓൻ്റെ ചെറുക്കാനക്ക് തലക്ക് തീരെ ലോളല്ലേ. നമ്മളൊക്കെ എത്രങ്ങാനും ഒരു പൈസേൻ്റെ മുതൽ മുടക്കിപ്പം ഇനി വരാൻ നിൽക്കുന്നുണ്ട്. ഈ 1.5 ലക്ഷം വിലയുള്ള ഫോണൊക്കെ എനിക്ക് മേങ്ങിക്കൊണ്ടാന്ന് തോന്നിയാലോ. അത് ഓളിപ്പോൾ എവിടുക്ക ഈ ഫോണും കൊണ്ട് പുറത്തു കൂടെ പോണത്? ഇതൊക്കെ വല്ല ജോലിയും കൂലിയുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളതാ. ഇതിപ്പോ അടുക്കളയിൽ കടന്ന് അടുപ്പിൽ ഊതി പണിയെടുക്കണവർക്കൊക്കെ എത്ര ഈ ഫോണ് ഒന്ന് വിളിച്ചണക്കപ്പോ സാധാരണ ഫോൺ പോളൊക്കെ അജ്ജിലില്ലേ. ഇതൊക്കെ നിങ്ങളെ കാട്ടിക്കൂട്ടലാണ്. ഒന്ന് വിളിച്ചാലും തോണ്ടാനും ഇപ്പൊ ഈ കറക്കണ ഫോൺ തന്നെ മതി. നിങ്ങളെത്താച്ചാ കാട്ടിക്കോളിയോ, ഞാനൊന്നും പറയണില്ല. നിങ്ങളൊരു കാട്ടിക്കാണിമ്മ. നോക്കാണി മക്കളെ, ഇതൊക്കെ ആദ്യം തന്നെ ഓള് വിളിച്ചങ്ങാട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. നിങ്ങളീ സാരി ജാലി എടുത്ത് ഇവിടെ കുത്തിർന്നോളി. മുതൽ മുടക്കുള്ളതൊക്കെ ഓൾക്കാണ്. ഓളെ കഴിഞ്ഞിട്ടുള്ളൂ പെങ്ങന്മാര്. എങ്ങനെ ഉണ്ട്